ഹലോ നമസ്കാരം. ട്രസ്റ്റഡ് ബേഡ്സ് നിന്ന് അരുണാണ് സംസാരിക്കുന്നത്. 2 ദിവസം മുന്നേ ഒരു പുതിയ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല സപ്പോർട്ടും നല്ല റെസ്പോണ്ടൊക്കെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. കുറേ ആൾക്കാർ വിളിച്ച് സപ്പോർട്ട് ചെയ്യുകയും ഇനി എൻ്റെ മുന്നോട്ടുള്ള ജേണിക്കും അങ്ങനെ ഉള്ള മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ തന്നെയാണ് വേണ്ടത്. ഞാൻ ഇന്ന് മുന്നിലേക്ക് വന്നിട്ടുള്ള ഒരു നല്ല 2 BHK ഫ്ലാറ്റ് പരിചയപ്പെടുത്താനാണ്. മുണ്ടുപാലം എന്നുള്ള സ്ഥലത്ത് നമ്മുടെ ST ജ്വല്ലറി ഷോപ്പിൻ്റെ ഒക്കെ അടുത്തായിട്ടാണ് വരുന്നത്. നല്ല കാം ആൻഡ് ക്വയറ്റ്. ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഒന്നുമില്ല, ഭയങ്കര സൈലൻ്റ് ഏരിയ ആണ്. ഫ്ലാറ്റിൻ്റെ മുന്നിലാണ് ഞാൻ ഇപ്പോൾ നിന്ന് ഇൻട്രോ പറയുന്നത്. അപ്പോൾ നമുക്ക് ഫ്ലാറ്റിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. ട്രസ്റ്റഡ് ബേഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയമായ സ്വാഗതം. അപ്പോൾ നമ്മൾ പറഞ്ഞ 2 BHK ഫ്ലാറ്റ് ബ്ലൂ നെയിൽ അപ്പാർട്ട്മെൻറ്റ്, അപ്പോൾ അവിടേക്ക് പോണ വഴിയാണ് നമ്മളിപ്പോൾ കാണിച്ചു തരുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് പോയിക്കൊണ്ടിരിക്കുന്ന സ്വരാജ് റൗണ്ടിൽ നിന്ന്, തൃശ്ശൂർ സ്വരാജ് റൗണ്ടിൽ നിന്ന് നമ്മുടെ ഫ്ലാറ്റിലേക്ക് പോണ വഴിയാണ്. നമ്മൾ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ഈ വഴിയും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് പലവർക്കും ഇപ്പോൾ ഫ്ലാറ്റ് കാണണം എന്ന് വിചാരിച്ച് വരാൻ പറ്റാത്ത കാര്യങ്ങളും, അതാണ് ഇങ്ങനെ വഴിയടക്കം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് കാണും. അപ്പോൾ വീഡിയോയ്ക്ക് കുറച്ച് ലെങ്ത് ഒക്കെ ചിലപ്പോൾ കൂടിയേക്കാം. അപ്പോൾ നിങ്ങൾ അവസാനം വരെ കാണുക. എല്ലാ ഡീറ്റെയിൽസും നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട്. നമ്മൾ ഇനിയിപ്പോൾ നമ്മൾ ശക്തനിൽ പോണ വഴിക്ക് നമ്മൾ കയറും. എവിടെ നിന്ന് ഇപ്പോൾ തൃശ്ശൂർ സ്കൈ വാക്ക്, ഇവിടെ നിന്ന് നമുക്ക് നേരെയാണ് പോകേണ്ടത് കേട്ടോ. നമുക്ക് കൊടുങ്ങല്ലൂരൊക്കെ പോണ വഴിയാണ് നേരെ. ഈ നേരെ കാണുന്നത് നമ്മുടെ മുണ്ടുപാലം ജംഗ്ഷനാണ്. മുണ്ടുപാലം ജംഗ്ഷനിൽ നമ്മൾ റൈറ്റ് എടുക്കണം. ഇവിടെ കാണുന്നത് നമ്മുടെ അസറ്റ് ഹോംസിൻ്റെ ഒരു ഫ്ലാറ്റാണ്. ഇവിടുന്ന് നേരെ നമ്മുടെ കുര്യച്ചിറ പോണ റോഡാണ് കേട്ടോ. കുര്യച്ചിറ പോണ റോഡാണ്. കുര്യച്ചിറ നിർത്തേണ്ടതാ. ഇതാണ് നമ്മുടെ ഫ്ലാറ്റിലേക്ക് പോണ ST ജ്വല്ലറി. നേരെ കാണുന്നത് ST ജ്വല്ലറി. ഇവിടുന്ന് നമ്മൾ ലെഫ്റ്റ് എടുക്കാം. ലെഫ്റ്റ് എടുത്തതും ഈ ലെഫ്റ്റ് കാണുന്നതാണ് നമ്മുടെ അപ്പാർട്ട്മെന്റ്. ഇപ്പോൾ നമ്മൾ ഫ്ലാറ്റിൻ്റെ അടിയിൽ എത്തിയേക്കാണ്. എൻട്രൻസിൻ്റെ അവിടെയാണ്. വരും, നമുക്ക് ഫ്ലാറ്റ് കാണാം. ഇതാണ് നമുക്ക് ഫ്ലാറ്റിൻ്റെ പാർക്കിംഗ് വരുന്നത് കേട്ടോ. ആ ഒരു നീല കാറ് കിടക്കുന്നതിൻ്റെ അവിടെയാണ് നമ്മുടെ പാർക്കിംഗ് വരുന്നത്.
ഫ്ലാറ്റ് കണ്ടില്ലേ, ഞാൻ ആ വീഡിയോയിൽ കാണിച്ച പോലെ ആ ഏരിയ ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള സ്ഥലമാണ്. നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ പേര് ബ്ലൂ നൈറ്റ് അപ്പാർട്ട്മെൻറ്റ് എന്നാണ്. ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മുടെ ഫ്ലാറ്റ് വരുന്നത്. മൊത്തത്തിൽ G+2 അപ്പാർട്ട്മെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ലിഫ്റ്റ് കാര്യങ്ങളൊക്കെ അവൈലബിൾ അല്ല. സെക്യൂരിറ്റി, അതേപോലെ വെള്ളത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കിണർ വെള്ളമുണ്ട്, പിന്നെ കോർപ്പറേഷൻ വാട്ടർ ഉണ്ട്, ബോർവെല്ലും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം ഞാൻ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞ പോലെ വെള്ളത്തിൻ്റെ ഒരു ക്ഷാമമില്ല. നമ്മൾ അങ്ങനത്തെ ഫ്ലാറ്റാണ് നോക്കിയെടുക്കാറുള്ളൂ. ഇത് മൊത്തത്തിൽ ഈ ഫ്ലാറ്റ് ഉള്ളത് 15.50 സെൻറ്റിലാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ മൊത്തത്തിൽ 13 ഫ്ലാറ്റാണ് വരുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിൽ 3 ഫ്ലാറ്റ്, പിന്നെ ഫസ്റ്റ് ഫ്ലോറിൽ 5 എണ്ണം, അതിൻ്റെ മുകളിൽ 5 എണ്ണം, അങ്ങനെ 13 ഫ്ലാറ്റ്. അപ്പോൾ ഒരു ഫ്ലാറ്റിൻ്റെ ഓണർക്ക് 1.something അൺഡിവൈഡഡ് ഷെയർ വരുന്നുണ്ട്. 1.something സെൻറ്റ് അൺഡിവൈഡഡ് ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒരു ഭൂമി അവകാശം നമുക്ക് വരുന്നുണ്ട്. ആ ഒരു ഏരിയയിൽ അറിയാമല്ലോ, ഒരു സെൻറ്റിനൊക്കെ എന്തായാലും 25-ൻ്റെ മുകളിൽ എമൗണ്ട് വരും. തൃശ്ശൂർ അറിയുന്ന ആൾക്കാർക്ക് അറിയാം. ഇത് നമ്മുടെ ST ജ്വല്ലറീൻ്റെ അടുത്താണ്. നമ്മുടെ തൃശ്ശൂരിൽ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ജ്വല്ലറിയാണ് ST ജ്വല്ലറി, എല്ലാവർക്കും അറിയുണ്ടാവും. കുരിയച്ചിറ എത്തണതിൻ്റെ പിന്നെ മുണ്ടുപാലം ജംഗ്ഷനിൽ റൈറ്റ് എടുത്തിട്ട് ഞാൻ ആ ഫുള്ള് റൂട്ടും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഫ്ലാറ്റിൻ്റെ ഉള്ളിലത്തെ വിശേഷങ്ങൾ പറയുകയാണെങ്കിൽ നമുക്ക് ലിവിങ് റൂം, ഡൈനിങ്, 2 ബെഡ്റൂമാണ് വരുന്നത്. അതിൽ 2ഉം അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ബാൽക്കണി വരുന്നില്ല എന്ന് വെച്ചാൽ ബാൽക്കണിയുടെ സ്പേസ് ഇല്ല എന്നല്ല, നമ്മൾ ബാൽക്കണി മുന്നത്തെ ഓണർ ബാൽക്കണി ഇതാക്കിയിട്ട് അവിടെ ഒരു കോമൺ യൂസിനുള്ള നമുക്ക് ഹോളിൽ തന്നെ ഒരു എക്സ്റ്റൻഷൻ എന്നുള്ള രീതിയിൽ അവിടെ ചെയ്തേക്കാണ്. പിന്നെ ഇതിൻ്റെ ലീഗൽ സൈഡ് ഡോക്യുമെൻറ്റ്സ് ഒക്കെ പക്കയാണ്. നമ്മളെല്ലാം ലീഗലി ചെയ്ത് വക്കീലായിട്ട് ഇതാക്കിയിട്ട് മാത്രമാണ് നമ്മൾ എഗ്രിമെൻറ്റ് ചെയ്തെടുക്കാറുള്ളൂ. അപ്പോൾ ലീഗൽ സൈഡൊക്കെ എല്ലാം ഓക്കെയാണ്. ഇപ്പോൾ നിങ്ങളൊരു ഫ്ലാറ്റ് എടുക്കുകയാണെങ്കിൽ പോലും നമ്മൾ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ഒപ്പം നിന്ന്, നമ്മളൊരു എല്ലാവരെയും പോലെ ഫ്ലാറ്റ് സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളപ്പോൾ പിന്മാറില്ല. നമ്മൾ കോൺടാക്റ്റ് നിലനിർത്തും. നമ്മളതിൻ്റെ പേപ്പർ കാര്യങ്ങളും ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യില്ല, എല്ലാ കാര്യങ്ങൾക്കും A to Z എല്ലാ കാര്യങ്ങൾക്കും നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും. അതാണ് നമ്മുടെ സർവീസിൻ്റെ ഒരു ഹൈലൈറ്റ് തന്നെ. ഇതിൽ നമ്മൾ എല്ലാവരും വീഡിയോൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് പാർട്ടാണത്, എല്ലാവരും കാത്തിരിക്കുന്ന ഒരു പാർട്ടാണ്. ഇതിൽ നമ്മൾ കോട്ട് ചെയ്തേക്കുന്ന പ്രൈസ് വലിയ രീതിയിലൊന്നും നമ്മൾ എമൗണ്ട് പറയാറില്ല. നമ്മുടെ മുന്നത്തെ വീഡിയോസൊക്കെ, എൻ്റെ പപ്പ ചെയ്ത വീഡിയോസൊക്കെ എടുത്ത് നോക്കിയാൽ അറിയാം. ഇതിൽ 35 ലക്ഷം രൂപയാണ് നമ്മൾ കോട്ട് ചെയ്തേക്കുന്നത്. നെഗോഷ്യബിൾ ആണ്. നമുക്ക് ആദ്യം നിങ്ങൾ ഫ്ലാറ്റ് വന്ന് കാണൂ, പ്രൈസിൻ്റെ കാര്യമൊക്കെ പിന്നെയല്ലേ. നിങ്ങൾ ഫ്ലാറ്റ് വന്ന് കണ്ട് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നമുക്ക് റേറ്റ് കാര്യമൊക്കെ നമുക്ക് സംസാരിച്ച് ഇതാക്കേണ്ടേ ഉള്ളൂ. പിന്നെ നമ്മുടെ കോൺസെപ്റ്റ് തന്നെ സാധാരണക്കാർക്കൊരു പാർപ്പിടുന്നതാണ്. അതുകൊണ്ട് നമ്മൾ വലിയ രീതിയിൽ നമ്മുടെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫ്ലാറ്റും കാര്യം നമ്മുടെ കയ്യിൽ 20 ലക്ഷം മുതൽ നമുക്ക് ഫ്ലാറ്റ് ഉണ്ട്. ഇതിൽ 35 കോട്ട് ചെയ്തേക്കുന്നത്. നമുക്ക് സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്, അതൊക്കെ നമുക്ക് ചെയ്തു തരാം. പിന്നെ ഇതിൽ എല്ലാവരും പറയുന്ന പോലെ പഴക്കം ഒരു വലിയൊരു കൺസേൺ തന്നെയാണ്. പക്ഷേ ഈ ഫ്ലാറ്റ് നമ്മൾ ചെയ്യുന്ന ഫ്ലാറ്റൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള ഫ്ലാറ്റ് മാത്രമേ ഞങ്ങൾ ചെയ്യാറുള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ റീസെയിൽ എന്ന് പറയുമ്പോൾ ആൾക്കാർ ഓണേഴ്സ് താമസിച്ച് പിന്നെ റീസെയിൽ ചെയ്യുന്നത് തന്നെയാണല്ലോ. അപ്പോൾ നമ്മൾ എന്ന് വെച്ചാൽ വെൽ മെയിൻറ്റെയിൻഡ് ഒന്നും ഇല്ലാത്ത ഫ്ലാറ്റ് അങ്ങനെയൊന്നും നമ്മൾ വീഡിയോയിൽ പ്രൊമോട്ട് ചെയ്യാറില്ല, നമ്മൾ എഗ്രിമെൻറ്റ് ചെയ്തെടുക്കാറുമില്ല. അപ്പോൾ എല്ലാം നമ്മൾ പേപ്പർ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. അതേപോലെ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള ഫ്ലാറ്റ് മാത്രമേ ഞങ്ങൾ എടുക്കാറുള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ പുതിയ ഫ്ലാറ്റൊക്കെ എടുക്കുകയാണെങ്കിൽ നമ്മുടെ എല്ലാവർക്കും ഓക്കെ ആവണമെന്നില്ല പ്രൈസ് റേഞ്ചൊക്കെ. ഈ പറഞ്ഞ പോലെ 2 BHK തന്നെ ഈ ഏരിയയിൽ എന്തായാലും ഒരു 60 പിന്നെ 60 ലക്ഷത്തിന് മുകളിൽ. പിന്നെ ടൗണിലേക്ക് അടുത്തോട് വരികയാണെങ്കിൽ അറിയാലോ എന്തായാലും 70-75 വരും. നമ്മുടെ ഇതനുസരിച്ചിട്ട് എല്ലാവർക്കും ഒരു ഫ്ലാറ്റ്, ഒരു സ്വപ്നം, ഒരു വീട് എന്നുള്ള സ്വപ്നം സാക്ഷീകരിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ പഴക്കം ഒരു കൺസേൺ ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ്. പക്ഷെ എന്നാലും നല്ല വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള ഫ്ലാറ്റാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യാറുള്ളൂ, നമ്മളെടുത്ത് റീസെയിൽ ചെയ്യാറുള്ളൂ. അപ്പോൾ അതോർത്തൊന്നും പേടിക്കേണ്ട. അങ്ങനത്തെ ഫ്ലാറ്റ് നമ്മളങ്ങനത്തെ തല്ലിപ്പൊളി ഫ്ലാറ്റൊന്നും നമ്മൾ കാണിച്ചു തരില്ല നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾ യൂട്യൂബിലാണ് ഈ വീഡിയോ കാണുന്നുണ്ടാവുക. തീർച്ചയായും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം. മുന്നോട്ടുള്ള ജേണിയിലേക്ക് നിങ്ങളുടെ സപ്പോർട്ടൊക്കെയാണ് വേണ്ടത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് താഴെ കൊടുത്തിരിക്കുന്ന ഈ നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. ഈ പറഞ്ഞ പോലെ വീഡിയോ ഇട്ട ഉടനെ തന്നെ നമുക്ക് കസ്റ്റമേഴ്സ് കോൺടാക്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ എടുക്കണമെന്ന് ആഗ്രഹമുള്ളവർ ലേറ്റ് ആക്കിപ്പിക്കേണ്ട, എത്രയും പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്തിട്ട്
സംസാരിച്ച് ഡീൽ ഉറപ്പിച്ചതിന് ശേഷം നമുക്ക് എത്രയും പെട്ടെന്ന് രജിസ്ട്രേഷനിലേക്ക് കടക്കാൻ പറ്റും, ഫ്ലാറ്റൊക്കെ വന്ന് കണ്ടിട്ട്. ഓക്കെ, അപ്പോൾ കൂടുതൽ ഫ്ലാറ്റിൻ്റെ വീഡിയോസും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്തിടുക. ഇനിയും ഇഷ്ടം പോലെ വീഡിയോസ് വരാനുണ്ട്. എല്ലാത്തിനും നിങ്ങളുടെ സപ്പോർട്ട് വേണം. അപ്പോൾ ഓക്കെ, താങ്ക് യു.